ഹയോലെ എടാ പാർട്ട് എത്ര നല്ല പറയുന്നില്ല ബാക്കിൽ കാണാം. ഇത്രയും പാർട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഉറപ്പുവരുത്തുന്നുള്ള ആദ്യം മക്കളോട് പറയുന്നത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ 7/7 എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യണം. കമന്റ് ബോക്സ് കത്തട്ടെ. എല്ലാവരും പഠിക്കണോട്ടോ ശ്രദ്ധിച്ചോ. സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി, സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നത്. എടാ വീഡിയോ കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. ചില ആളുകൾ ലൈക്ക് അടിച്ച് കാണുന്നുണ്ടാവും, ചില ആളുകൾ ലൈക്ക് അടിക്കാതെ കാണുന്നുണ്ടാവും, ചിലർക്ക് കമന്റ് ചെയ്തിട്ട് കാണുന്നുണ്ടാവും, ചിലർക്ക് കമന്റ് ചെയ്യാതെ കാണുന്നുണ്ടാവും. അങ്ങനെയല്ലേ? ഓക്കെ. പക്ഷെ എല്ലാവരും എന്റെ എക്സാം മക്കൾക്ക് നല്ല സ്വഭാവമുള്ള ആളുകളെന്ന് എനിക്കറിയാം. ഓക്കെ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. ഇതിനെ വിളിക്കാൻ പറ്റുന്ന ട്യൂണിംഗ് ഫോർക്ക് മക്കൾക്ക് അറിയാം അല്ലെ? ട്യൂണിംഗ് ഫോർക്ക് അറിയാത്ത മക്കളൊന്നുമില്ല. ഓക്കെ. ഈ ട്യൂണിംഗ് ഫോർക്കിൽ ഓരോന്നിനും ഓരോ ഹൈറ്റ് ആണ്. മക്കൾ കണ്ടില്ലടാ, ഈ ഹൈറ്റിനനുസരിച്ച് ഇവിടെ ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടാവും. നമുക്കറിയാം ഹൈറ്റ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും സാറേ. ഓക്കെ. അതാ ഇവിടെ ഫ്രീക്വൻസി എഴുതി നോക്കടാ, 128 അല്ലേ? എടാ ഏറ്റവും ഹൈറ്റ് കുറവുള്ള ഇയാളെ ഫ്രീക്വൻസിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഹൈറ്റ് കുറയുമ്പോൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടുതൽ നിങ്ങൾക്ക് അറിയാം. അത് ഓൾറെഡി നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാൽ അറിയുള്ളൂ കേട്ടോ. തൊട്ട് മുന്നത്തെ 6ാമത്തെ പാർട്ടിൽ അതുപോലെ പഠിച്ചതാണ്. അപ്പൊ മക്കളെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് അല്ലടാ. ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ റിംഗ് ചെയ്യുന്നു, അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അത് മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെയാണോ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് വേറൊരു എന്താ പറയുക ഒരു തബല ഇങ്ങനെ കൊട്ടുമ്പോൾ അതിന് വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വയലിന്റെ സ്ട്രിങ് ഇങ്ങനെ ആക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അല്ല, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് അല്ലെ? ഈ സ്റ്റെയിൽ പ്ലേറ്റ് ദിലീപിന്റെ തലയിൽ വീഴുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും അല്ലേ? വൈബ്രേറ്റ് ചെയ്യും. അതുപോലെയാണോ നമ്മളിപ്പോ എക്സാമ്പിൾ ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം താഴോട്ട് വീഴുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഒരു സ്പൂൺ താഴോട്ട് വീഴുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് അല്ല ഒരു ഗ്ലാസ് താഴോട്ട് വീഴുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് അല്ലടാ. എന്താണ് സ്വാഭാവിക ആവർത്തനം, നാച്ചുറൽ ഫ്രീക്വൻസി വെച്ചാൽ വെൻ an object vibrate freely. ഒരാൾ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റാൽ അയാൾ ആരും എന്തില്ല, അയാൾ ഇന്റർഫിയർ ഇല്ല. ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ സ്വതന്ത്രമായിട്ട് ഒരു വസ്തുവിനെ കമ്പനി ചെയ്യാൻ അനുവദിച്ചാൽ ഇറ്റ്സ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. അത് അതിന്റെ തനതായ ഫ്രീക്വൻസിയിൽ, അതിന്റെ സ്വന്തം ഫ്രീക്വൻസിയിൽ അത് എന്ത് ചെയ്യടാ വൈബ്രേറ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഫ്രീ ആയിട്ട് വീട്ടിന്റെ ഒരു റൂമിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കഴിവും പുറത്തെടുക്കും അല്ലടാ. നിങ്ങൾ ഇൻബോൺ ടാലന്റോ അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ടാലന്റോ ഒക്കെ പുറത്തെടുക്കും. നിങ്ങൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? നിങ്ങൾ ഡാൻസ് ചെയ്യും. എങ്ങനെ ഡാൻസ് ചെയ്യും? ഇറ്റ്സ് ഇന്നേറ്റ്. ഉള്ളിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഡാൻസ് ചെയ്യും. ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി, തനതായ ആവർത്തിയിൽ. എന്താ പറയുക മലയാളത്തിൽ? അതിന്റെ തനതായ ആവർത്തിയിൽ അത് കമ്പനി ചെയ്യും. ഇതിനെ വിളിക്കാൻ പറയാം നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഒക്കെയാണ് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നാച്ചുറൽ ഫ്രീക്വൻസി ഇസ് വെരി ഇമ്പോർട്ടന്റ്. നാച്ചുറൽ ഫ്രീക്വൻസി സ്വാഭാവിക ആവൃത്തി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? 4 മക്കളെ. ഒന്നാമത്തത് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തുവിന്റെ നീളം. രണ്ടാമത് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തുവിന്റെ വലിപ്പം. മൂന്നാമത് ഇലാസ്റ്റികത, വലിവ് അല്ലെ? നമുക്കറിയാം ഒരു സ്ട്രിംഗ് ഇങ്ങനെ വലിച്ചു കെട്ടിയില്ലെങ്കിൽ മ്യൂസിക് ഉണ്ടാവില്ല, വലിച്ചു കെട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എനിക്കറിയാം. അടുത്തതാണ് നാച്ചുറൽ ഓഫ് ദ മെറ്റീരിയൽ. ഈ സ്ട്രിംഗിന് പകരം ഞാൻ ഒരു വാഴന്റെ എക്സാമ്പിൾ ആയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കാര്യം കൊണ്ട് കെട്ടിയാൽ ഉണ്ടാവോ? സൗണ്ട് ഉണ്ടാവും? ഇല്ല. ഒരു നാച്ചുറൽ പദാർത്ഥത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടുമായി വീണ്ടും കാണാം.